അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ഒരുപാട് പ്രയാസവും പ്രശ്നവും അങ്ങനെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ കാണുന്ന ആൾക്കാർ ഓരോ മനപ്രയാസമുള്ളതാണ്. ഓരോരുത്തർക്ക് ഓരോ ജാതി പ്രയാസവും പ്രശ്നവും വിഷമവുമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് കമൻറ്റിലൂടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയത്തോ ദിക്റുകളോ ഉണ്ടോ ഇത്ത എന്ന്. അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതാണ്. എന്നാലും അറിയാത്തവർക്ക്, അത് കാണാത്തവർക്കായിട്ടാണ് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇതേ ഒരു രൂപത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് അവരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അൽഹംദുലില്ലാ നടന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതേ ഒരു രൂപത്തിൽ നിങ്ങളും ഇതേ പറയുന്ന രൂപത്തിൽ ഓതിയാൽ 100% നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റാത്തത്, ഒരുപാട് നമ്മൾ ദിക്റുകളും അങ്ങനെയൊക്കെ ചെയ്തു നോക്കും. എന്നാലും അതിനൊന്നും ഒരു ഫലം കിട്ടില്ല, പെട്ടെന്ന് ഫലം കിട്ടില്ല. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ നാം ചെയ്ത് പോരാഞ്ഞിട്ടാണ് അതിന് ഫലം കിട്ടാത്തതും. അതായത് ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നാം നിസ്കരിക്കണം. അല്ലാതെ നിസ്കാരമൊക്കെ ഖളാ ആക്കി ഇതേപോലെയുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ ഈ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കൊരു പക്ഷേ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് തരില്ല. കാരണം നിസ്കാരം നമുക്ക് നിർബന്ധമല്ലേ. അത് ഖളാ ആക്കിയിട്ട് ഇതുപോലെയുള്ള ദിക്റ് ചൊല്ലിയാൽ ഈ ഓരോ കാര്യങ്ങൾ നടക്കാനുള്ള ദിക്റുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചൊല്ലും, അല്ലേ? അതേ രൂപത്തിൽ ചൊല്ലി നോക്കും. അതിനൊന്നും പെട്ടെന്ന് നമുക്ക് ഫലവും കിട്ടില്ല. കാരണം ഇതായിരിക്കും, നമ്മൾ നിസ്കാരം ഖളാ ആക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ അടുത്ത് വന്നിട്ടാവും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാത്തത്. ചിലർ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നവരുമുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന രൂപത്തിൽ യാസീൻ ഓതിയിട്ട് അവർക്കൊക്കെ ഉത്തരം കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. 2 വീഡിയോ 3 വീഡിയോ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളോട് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നൊരു കാര്യമാണ്. ഓരോ പ്രയാസമുണ്ട്, ഇന്നാലില്ല പ്രശ്നമുണ്ട് ഇത്ത, ഈ കാര്യം ഒന്ന് റെഡിയാവാൻ എന്തെങ്കിലും ദിക്റ് നിങ്ങളുടെ അടുത്തുണ്ടോ പറഞ്ഞു തരാൻ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അത് കാണാത്തവർക്ക് ഒന്നുകൂടി അവർ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നും കൂടി ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ 4 യാസീൻ ഓതണം. 4 യാസീൻ. ആ യാസീൻ ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങളെ മനസ്സിലുള്ള ഒരു പ്രയാസം നിങ്ങൾക്കുണ്ട്, ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ നേർച്ച വെച്ച് എൻ്റെ ഈ പ്രയാസം തീരാൻ ഞാൻ ഓതുന്നു റബ്ബേ, എൻ്റെ ഈ പ്രയാസം ഓതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ പ്രശ്നം പരിഹാരമാക്കണേ. അങ്ങനെ ഒരു നിയ്യത്ത് വെക്കുക, മനസ്സിൽ ഒരു നിയ്യത്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനാണ് നിങ്ങളിത് ഓതുന്നത്, ആ ഒരു നിയ്യത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വെക്കുക. എന്നിട്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് 4 യാസീൻ ഓതേണ്ടത്. ഒറ്റ ഇരുപ്പിൽ ഇരുന്നും കൊണ്ടാണ്, ഒരേ ഇരുപ്പിലിരുന്ന്. അതായത് ഇപ്പം നിങ്ങൾ യാസീൻ ഓതാൻ ഇരുന്നു, അങ്ങനെ ഒരു യാസീൻ ഓതി നിങ്ങൾ എണീറ്റ് പോവുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് യാസീൻ ഓതുക, അങ്ങനെയല്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു യാസീൻ ഓതി പിറ്റേന്ന് ഒരു യാസീൻ ഓതുക, അങ്ങനെയുമല്ല. ഒരൊറ്റ ഇരുപ്പിലിരുന്ന്, അതായത് ഇപ്പോൾ നിങ്ങൾ വുളു എടുത്ത് വന്ന് യാസീൻ ഓതാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു യാസീൻ ഓതി, 2ാമത്തേത് ഓതി, 3ാമത്തേത് ഓതി, 4ാമത്തേത് ഓതി, അൽഹംദുലില്ലാ. അങ്ങനെ അതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഒറ്റ ഇരുപ്പിലിരുന്ന് 4 യാസീൻ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഓതിയാൽ മതി കേട്ടോ. അപ്പം എന്ത് പ്രയാസം, എന്ത് പ്രശ്നമാണോ നിങ്ങളെ മനസ്സിലുള്ളത്, എന്ത് വിഷമത്തിനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഓരോ കുടുംബ പ്രശ്നമായിട്ടോ എന്ത് പ്രയാസമായിക്കോട്ടെ, എന്ത് കാര്യത്തിനായാലും ആ ഒരു കാര്യം മനസ്സിൽ നിയ്യത്ത് വെക്കുക.
അതേപോലെ ഖുർആനിൽ നോക്കി തന്നെ ഓതുക. അല്ലാതെ മൊബൈലിൽ ഖുർആൻ യാസീനൊക്കെ ഉണ്ട്, അങ്ങനെ ഓതുകയും വേണ്ട. ഖുർആൻ വുളുവോട് കൂടിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് എന്ന് പറഞ്ഞാൽ നജസില്ലാത്ത വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വേണമെങ്കിൽ അത്തറൊക്കെ ഒന്ന് പൂശി എടുത്തുകൊണ്ട് നല്ല വൃത്തിയുള്ള മൂത്രം പോലെയുള്ള നജസ്സൊന്നുമില്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് എടുത്ത് കിബിലയ്ക്ക് മുന്നിട്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 4 യാസീൻ ഒരുമിച്ച് ഓതുക. ഒറ്റ ഇരുപ്പിലിരുന്ന് അവിടുന്ന് ആ 4 യാസീൻ ഓതി കഴിഞ്ഞിട്ടേ നിങ്ങൾ എണീക്കാൻ പാടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ആ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങളെ മനസ്സിൽ വേണം, ഞാൻ ഇന്ന കാര്യത്തിനാണ് ഈ യാസീൻ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഈ യാസീൻ ഞാൻ നേർച്ച വെച്ച് ഓതുന്നത്, എൻ്റെ പ്രയാസം എൻ്റെ പ്രശ്നം തീരാനാണ് റബ്ബേ എന്നുള്ളൊരു നിയ്യത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വെക്കുക. എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നല്ല തഖ്വയോടുകൂടി റബ്ബേ എൻ്റെ കാര്യം സാധിക്കണേ, ഈ മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പുണ്യം കൊണ്ട് ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം നടന്ന് കിട്ടണേ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാവണേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മക്കൾ കല്യാണം ശരിയാവണേ, അങ്ങനെ തുടങ്ങിയ എന്ത് പ്രശ്നത്തിനായിക്കോട്ടെ, എന്ത് ഹലാലായ കാര്യത്തിനായിക്കോട്ടെ നിങ്ങൾ ഓതുന്നത് ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും. ഒരുപാട് ആൾക്കാർക്ക് നടന്ന് കിട്ടിയതാണ്. എൻ്റെ ഈ വീഡിയോ മുന്നേ ഞാനിട്ട വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയത് അവരോരോ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട്. അപ്പം എന്നോട് ചോദിക്കുന്നതാണ് ഓരോരുത്തരും പെട്ടെന്ന് നമുക്കോരോ കാര്യങ്ങൾ നടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ദിക്റോ സലാത്തോ ഉണ്ടോ എന്ന്. അപ്പം ഇത് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക, മറക്കണ്ട. ഓതേണ്ട രീതി ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് എന്തെങ്കിലും പ്രയാസം പ്രശ്നം അല്ലെങ്കിൽ ഓരോ ആഗ്രഹം, അല്ലെങ്കിൽ ഭർത്താവിന് ജോലി, അല്ലെങ്കിൽ ഭർത്താവിന് ശമ്പളം കിട്ടുന്നില്ല, അങ്ങനെ തുടങ്ങിയ എന്ത് വിഷമമായിക്കോട്ടെ, ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെക്കുക. എൻ്റെ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ യാസീൻ ഞാൻ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് നേർച്ചയാക്കി ഓതുന്നത് റബ്ബേ, എൻ്റെ മനസ്സിലെ പ്രയാസം നീ തീർത്ത് തരണേ അല്ലാ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലൊന്ന് നിങ്ങൾ ദുആ ചെയ്യുക. നമ്മുടെ മനസ്സിൽ ഒന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തിട്ട് ഇതേ രൂപത്തിൽ വുളു എടുത്തുകൊണ്ട് വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയുള്ളൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് 4 യാസീൻ ഒരുമിച്ച് ഓതുക. എന്നിട്ട് അത് ഓതിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ പ്രയാസം ഞാൻ ഇതിനാണ് ഓതിയത്, എൻ്റെ ഇന്ന പ്രശ്നത്തിനാണ് ഞാൻ ഇത് ഓതിയത്, അല്ല ഒറ്റ ദിവസം ഓതിയാൽ മതി, ഇനി നിങ്ങളെ കാര്യം സാധിക്കുന്നത് വരെ ഞാൻ ഓതും റബ്ബേ എന്നുള്ള നിയ്യത്ത് നിങ്ങളെ മനസ്സിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ കാര്യം എന്നാണോ സാധിക്കുന്നത് ആ ഒരു കാര്യം സാധിക്കുന്നത് വരെ ഞാൻ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഈ 4 യാസീൻ ഞാൻ ഓതും എന്ന നിയ്യത്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഓതാം. അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം 4 യാസീൻ നെയ്യത്തോടു കൂടി വെച്ച് ഓതിയാലും മതി. അന്ന് തന്നെ ഉത്തരം കിട്ടിയില്ലെങ്കിലും വിഷമമാവേണ്ട, നിങ്ങൾക്കതിനുള്ള ഉത്തരം കിട്ടും, ഉറപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ 7 ദിവസമായിട്ട് ഞാൻ ഓതി തീർക്കും, 7 ദിവസം അടുപ്പിച്ച് ഞാൻ ഇതേ രൂപത്തിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഞാൻ ഓതും, അങ്ങനെയുള്ളൊരു നിയ്യത്തോടെ നിങ്ങൾ ഓതുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതേ ഒരു രൂപത്തിൽ നിങ്ങൾ നിയ്യത്ത് വെക്കുക. അതായിരിക്കും നല്ലത്. ഇനിയിപ്പം ഇത് 7 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയം വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ എത്ര തവണയാണ് നിങ്ങൾ ഓതി വെച്ചത് അത് മനസ്സിലുണ്ടായാൽ മതി. പിന്നെ ശുദ്ധിയായതിന് ശേഷം ബാക്കി 7 ദിവസമായിട്ട് ഓതി തീർത്താൽ മതി ട്ടോ. ഖുർആനാണ് അശുദ്ധി സമയത്ത് നമുക്ക് ഓതാൻ പാടില്ല, യാസീനല്ലേ. ഖുർആൻ അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പാടില്ല. ദിക്റും സലാത്തുകളൊക്കെ നമുക്ക് ചെല്ലുന്നതിനൊരു കുഴപ്പവുമില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിലും യാസീൻ ഓതാൻ പറഞ്ഞാലും ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്, അശുദ്ധിയുള്ള സമയത്ത് ഇത് ചെല്ലാൻ പറ്റുമോ, ഓതാൻ പറ്റുമോ എന്ന്. യാസീൻ ഓതാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും അറിയാത്തവർ വന്ന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്. നിങ്ങൾ ഒറ്റ ദിവസം ഓതുകയാണെങ്കിൽ അങ്ങനെയും ഓതാം, അല്ല ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഞാൻ ഓതും, എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയും ദിവസം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിയ്യത്ത് വെക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു കാര്യം നടന്ന് കിട്ടാനുണ്ട്, എൻ്റെ ആ കാര്യം നടന്ന് കിട്ടുന്നത് വരെ ഞാൻ ഈ ഒരു രൂപത്തിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 4 യാസിൻ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ ഓതും. അങ്ങനെയുള്ള ഒരു നിയ്യത്ത് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഒറ്റ ദിവസം 4 യാസിൻ ഓതി തീർക്കുക, അങ്ങനെ ഒറ്റ ഇരുപ്പിലിരുന്നിട്ടോ. അപ്പം നിങ്ങളിത് 7 ദിവസം നിങ്ങൾ ഓതാൻ മനസ്സിൽ നേർച്ച വെക്കുമ്പോഴും ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ, അതായത് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ആ 7 ദിവസം നിങ്ങൾ ഓതി തീർക്കണം. അല്ലാതെ നിങ്ങൾ ഒന്ന് ഓതിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഓതുക, അങ്ങനെയല്ല കേട്ടോ. ആ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ തന്നെ 4 എണ്ണം ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഓതി അങ്ങനെ 7 ദിവസം നിങ്ങൾ ഓതണം. അല്ലാതെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം അങ്ങനെയല്ല പറയുന്നത്. ഓതുമ്പോൾ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നിങ്ങൾ ഓതി തീർക്കുക. എന്നിട്ട് നിങ്ങളെ മനസ്സിലെ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഞാൻ ഈ വീഡിയോ നിങ്ങളോട് എത്രയോ തവണ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അപ്പം അറിയാത്തവർ, വീഡിയോ കാണാത്തവർക്കായിട്ടാണ് ഒന്നുകൂടി ഞാൻ ഇത് ഇട്ടിട്ട്. എന്ത് പ്രയാസം, എന്ത് പ്രശ്നവും, മാനസികമായിട്ടുള്ള ടെൻഷനുള്ളവർ, അതുപോലെ തന്നെ കടമുള്ളവർ, വീടുണ്ടാവാൻ ആഗ്രഹമുള്ളവർ, അവരൊക്കെ മനസ്സിൽ നിങ്ങളൊരു നിയ്യത്ത് വെച്ചിട്ട് എൻ്റെ കാര്യം നടക്കുന്നത് വരെ ഞാൻ ഈ ഒരു രൂപത്തിൽ ഓതും, അങ്ങനെ മനസ്സിൽ നിയ്യത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒറ്റ ഇരുപ്പിലിരുന്ന് 4 എണ്ണം ഇങ്ങനെ ഓതി നോക്കി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീടുണ്ടാവാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് തെളിച്ചു തരുന്നതാണ്. നല്ല തെക്കുവയോട് കൂടി എൻ്റെ കാര്യം സാധിക്കും എന്നുള്ള നെയ്യത്തോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ഓതാൻ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഉത്തരം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്, ഉറപ്പാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് ഓതിയിട്ട് ഫലം കിട്ടിയ കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഒരുപാട് തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനിയും പറഞ്ഞത് തന്നെ പറയേണ്ടി വരും. അപ്പം 4 യാസീനാണ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 7 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ അങ്ങനെയും ഓതാം. അല്ലാതെ എൻ്റെ കാര്യം നടക്കുന്നത് വരെ ഞാൻ ഓതി തീർക്കും എന്ന മനസ്സിൽ നിയ്യത്തുണ്ടെങ്കിൽ അങ്ങനെയും ഓതാം. ഓതുന്ന സമയത്ത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് 4 എണ്ണം ഒരുമിച്ച് തന്നെ ഓതണം, എന്നാലേ അതിനുള്ള ഫലമുണ്ടാവുകയുള്ളൂ. ഇതൊക്കെ ഓതുന്നതിൻ്റെ മുന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിസ്കാരം ഒഴിവാക്കരുത്, നിസ്കാരം കളാ ആക്കരുത്. നിസ്കാരം കളാ ആക്കാതെ നിസ്കരിക്കണം. എന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് അതിൻ്റേതായ ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയുള്ളൂ, ഉറപ്പാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കട്ടോ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.